കർത്താവിൻ്റെ അതിവിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മർക്കോസിൻ്റെ സുവിശേഷം 6-ാമത്തെ അധ്യായം 15-ാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ, അവൻ ഏലിയാവാകുന്നു എന്ന് മറ്റു ചിലർ പറഞ്ഞു. വേറെ ചിലർ അവൻ പ്രവാചകന്മാരിൽ ഒരുത്തനെ പോലെ ഒരു പ്രവാചകൻ എന്ന് പറഞ്ഞു എന്ന് കാണുന്നു. പ്രിയ ദൈവമക്കളെ, യേശു ഈ ലോകത്തിലായിരുന്നപ്പോൾ തന്നോടുകൂടെ ഉണ്ടായിരുന്ന ശിഷ്യന്മാരും ജനങ്ങളും യേശുവിനെക്കുറിച്ച് ഓരോ കാര്യങ്ങൾ പറഞ്ഞു. ഇന്ന് ഈ 21-ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന നാം യേശുവിനെക്കുറിച്ച് അവൻ ആരെന്നാണ് പറയുന്നത്? വെറും ഒരു രോഗസൗഖ്യത്തിനായിട്ട് അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ നടത്തി തരുവാനുള്ള വെറും ഒരു ദൈവമെന്ന് കരുതുന്നോ? അതോ എല്ലാ ദൈവങ്ങളെപ്പോലെ യേശു ഒരു ദൈവമാണ് എന്ന് അന്ന് ജനങ്ങൾ കരുതിയതുപോലെ നാമും കരുതുന്നുണ്ടോ? അതോ വിശുദ്ധിയെന്നും ദൈവത്തിൻ്റെ വചനത്തിൻ്റെ മറവിൽ നിന്നുകൊണ്ട് പാപം ചെയ്യാനുള്ള ഒരു പോർവയായിട്ട് അല്ലെങ്കിൽ ഒരു മറവിടമായിട്ട് നാം യേശുവിൻ്റെ നാമത്തെ നാം എടുക്കുന്നുണ്ട്. നാം ഇന്ന് ഏത് തരത്തിലായിരിക്കുന്നു എന്ന് നാം ശോധന ചെയ്ത് നോക്കേണ്ടതാകുന്നു. പക്ഷേ യേശു ഈ ലോകത്തിലായിരുന്നപ്പോൾ യേശു പറഞ്ഞ ഒരു കാര്യമുണ്ട്: ഞാൻ വാതിലാകുന്നു, എന്നിലൂടെ അല്ലാതെ ആർക്കും പിതാവിനടുത്തേക്ക് പോകുവാൻ പറ്റത്തില്ല എന്ന്. യേശു പിതാവിനോട് അല്ലെങ്കിൽ ദൈവത്തോട് ചേരുവാനുള്ള ഒരു വാതിലാണ് എന്ന്. പ്രിയമുള്ളവരെ, നാം ഈ ലോകത്തിൽ ജീവിക്കുമ്പോഴായാലും ഈ മരണസമയത്തായാലും മരണം കഴിഞ്ഞിട്ടുള്ള നമ്മുടെ ഒരു ജീവിതത്തിലായാലും അവിടെ യേശു നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു അനർത്ഥം അനുഭവിക്കുകയില്ല. നമുക്ക് യേശു എന്ന് പറയുന്നത് നമുക്ക് എല്ലാത്തിനും എല്ലാമാണ്. സാധുവിന് അപ്പവും വിധവയ്ക്ക് കാന്തനും ഒന്നുമില്ലാത്തവർക്ക് ഏറ്റവും തുണയാളുമായിരിക്കുന്ന, ഒരു അനാഥർക്ക് പിതാവുമായിരിക്കുന്ന ഒരു നല്ലൊരു ദൈവമാണ് നമ്മുടെ യേശു. കർത്താവ് യേശുവിൽ വിശ്വസിച്ചാൽ നമ്മുടെ കുടുംബം രക്ഷ പ്രാപിക്കും, ദൈവസന്നിധി ചെന്നെത്തുകയും ചെയ്യാം. പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിച്ച് വഴി നടത്തുന്ന ആ സ്വർഗ്ഗപിതാവേ, ദൈവമേ, ഈ ലോകത്ത് ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ അങ്ങേ ഉള്ളതുപോലെ അറിവാനും സ്നേഹിപ്പാനും അങ്ങയുടെ രാജ്യത്തിൽ വന്നു ചേരുവാനും ഏത് സമയം കൂടെ ഇരിക്കുന്ന അങ്ങയെ വിശ്വസിച്ച് കൂടെ കൊണ്ട് നടക്കുവാനും ഓരോരുത്തർക്ക് വിശ്വാസവും കൃപയും നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃപയോട് കേട്ട് മറുപടി നൽകി തരണം നല്ല പിതാവേ. ആമേൻ.